കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോൺ ആപ്പ് തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കുകയാണ് പോലീസ്. വിദേശികളെ ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന ഓൺലൈൻ തട്ടിപ്പ് ശൃംഖലയുടെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് നടപടി. തിരുവനന്തപുരവും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ മാഫിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജ്യോതിഷ് ഒപ്പം ചേരുന്നുണ്ട്. ജ്യോതിഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ തട്ടിപ്പുകളുടെ ശൃംഖല തന്നെ വരികയാണ്. ചിലത് വ്യാജ ലിങ്കുകൾ, മറ്റു ചിലത് പ്രധാനമന്ത്രിയുടെ പേരിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ. ഇതിപ്പോൾ ഓൺലൈൻ വ്യാജ ലിങ്കുകൾ വഴിയുള്ള തട്ടിപ്പുകൾ വ്യാപകമാകുന്നു എന്ന വാർത്ത സജീവമാവുകയാണല്ലോ. എനിക്ക് തോന്നുന്നു ശ്രീകാര്യത്ത് നിന്നാണ് ആ സംഘത്തെ കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത്. ആദ്യം അതിനെക്കുറിച്ച് പറയും. സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അതിൽ 13 പേരും സൈബർ മേഖലയിൽ വിദഗ്ധരായവർ തന്നെയാണ്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമായിട്ടും അറസ്റ്റിലായത്. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ കുറ്റം പറയായിരുന്നു, കാരണം അവിടെ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഇത്തരം ഒരു കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയുടെ ഭാഗമായിട്ടാണ് ശ്രീകാര്യത്ത് നിന്ന് ഈ 18 പേരെ അറസ്റ്റ് ചെയ്തത്. ഇത് സംബന്ധിച്ചുള്ള 50 ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ ക്യാമറകളും പിന്നെ ഡെസ്ക്ടോപ്പുകളും കൂടാതെ ഹാർഡ് ഡിസ്കുകളും എല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയിലാണ്. തിരുവനന്തപുരം മാത്രമല്ല, കൊച്ചിയിലും ഇത് സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DGP പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോൺ ആപ്പ് തട്ടിപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാനത്ത് നടന്നിട്ടുള്ള എല്ലാ കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ നടത്തണം. ഇത് ഒരു എത്രത്തോളം വ്യാപകമാണ് എന്നുള്ളത് പരിശോധിക്കണം. മാത്രമല്ല, എന്താണ് ഇതിന്റെ പ്രധാനമായിട്ടും ലക്ഷ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ തവണത്തെ പ്രധാനമായിട്ട് ശ്രീകാര്യത്ത് നടന്ന വിദേശികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു തട്ടിപ്പാണ്. കാരണം എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് പണം ലഭിക്കുക, ഇതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും ലോൺ ആപ്പുകളെ ആശ്രയിക്കുന്നത്. കാരണം ബാങ്കിൽ ചെന്നാൽ സിബിൽ സ്കോർ പ്രശ്നങ്ങൾ പറഞ്ഞ് ലോൺ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ലോൺ അനുവദിക്കുക അല്ലെങ്കിൽ ലോൺ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഈ ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ലോണിന്റെ ആവശ്യം സംബന്ധിച്ച് നമ്മൾ എല്ലാത്തിനും യെസ് കൊടുത്ത് അല്ലെങ്കിൽ അലവ് കൊടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം നമ്മുടെ കോണ്ടാക്ട്സ് ഇതിൽ നിന്ന് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, ഇതെല്ലാം മോർഫ് ചെയ്ത് നാളെ പണം തിരിച്ചു കൊടുക്കാത്തൊരു സാഹചര്യം വരും, അല്ലെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു വലിയ രീതിയിൽ ഉള്ള ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പിന്നെ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തിലെ ലോൺ എടുത്ത ആളുടെ കോണ്ടാക്റ്റിലുള്ളവർക്കെല്ലാം മെസ്സേജ് കൊടുക്കുന്നു, ഇയാൾ ഇത്രയും വലിയ തുക ഞങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കടക്കാരനാണ് എന്നൊരു ലോൺ കൊടുക്കുക, ഒരു മെസ്സേജ് കൊടുക്കുന്നു. മാത്രമല്ല ചിത്രങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം ഭീഷണിപ്പെടുത്തി വലിയ രീതിയിൽ. അത് തന്നെയാണ് ജ്യോതിഷ. എന്തായാലും ലോൺ ആപ്പ് തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കുകയാണ്. ഇവരെയൊക്കെ വലയിലാക്കേണ്ട ആവശ്യം അത് അത്യാവശ്യമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷ് ജനാർദ്ദനാണ് തലസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.